ആറാമത്തേത് തഅമ്മൽ മാ യലി. ഇവിടെ ലാ എന്നുള്ളത് ലാ നാഫിയ ഉണ്ട്, ലാ നാഹിയ ഉണ്ട്. അതിൻ്റെ വ്യത്യാസം എന്താണ്? ഒന്നാമത് ഇഅ്റാബിൻ്റെ കാര്യത്തിൽ, അർത്ഥത്തിൻ്റെ കാര്യത്തിൽ നാഫിയ എന്ന് പറയുമ്പോൾ ഒരു സംഭവത്തെ അത് നെഗേറ്റ് ചെയ്യുമ്പോഴാണ്, അതില്ല എന്ന് പറയുമ്പോഴാണ് നാഫിയ ഉപയോഗിക്കുക. നാഹിയ എന്ന് പറയുമ്പോൾ ഒരാളെ വിലക്കുമ്പോൾ അല്ലെങ്കിൽ തടയുമ്പോഴാണ് നാഹിയ ഉപയോഗിക്കുക. ഇനി അതിൻ്റെ ഇഅ്റാബ് അനുസരിച്ച് ഗ്രാമാറ്റിക്കൽ രീതിയിൽ നോക്കുകയാണെങ്കിൽ നാഫിയ മുദാരി മർഫൂ ആവും. ഫിൽ മുദാരി മർഫൂ എന്ന് വെച്ചാൽ ദമ്മയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള അലാമത്ത്. പക്ഷേ നാഹിയ എന്ന് പറയുമ്പോൾ മജ്സൂമാവും എന്ന് വെച്ചാൽ സുക്കൂൻ അതിൻ്റെ മെയിനായിട്ടുള്ള അലാമത്ത്. നോക്കൂടെ ലിമ ലാ തഅകുലു യാ അഖി, എന്തുകൊണ്ടാണ് നീ കഴിക്കാത്തത് ഓ സഹോദര. അപ്പോൾ ഇത് കഴിക്കാത്തത് എന്നുള്ള ഇവിടെ നഫിയാണ്. പക്ഷെ ലാ തഅകുൽ ഹാദ യാ അഖി, ഇത് നീ കഴിക്കരുത് സഹോദര. അപ്പോൾ ഇവിടെ ഒരാളെ വിലക്കുകയാണ്, അങ്ങനെ ചെയ്യരുതെന്ന് പറയാണ്. അതേപോലെ അലാ തദ്ഹബു ഇലൽ മലാബി, നീ കളിക്കളത്തോട്ട് പോകുന്നില്ലേ ചോദ്യമാണ്. അത് പോകുന്നില്ലേ എന്നുള്ളൊരു നഫിയായിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ ലാ തദ്ഹബ് ഇലൽ മലാബി, നീ കളിക്കളത്തിലോട്ട് പോകരുത്. അപ്പം അർത്ഥത്തിലും രണ്ട് വ്യത്യാസം. പിന്നെ നോക്കൂ, ഇവിടെ ദൊമ്മ ദൊമ്മ, ഇവിടെ സുക്കൂന് സുക്കൂൻ. അപ്പോൾ ഇത് മർഫൂവും ഇത് മജ്സൂമുമാണ്. ഏഴാമത്തെ തഅമ്മൽ മാ യലി. അപ്പോൾ ഇവിടെ ചില ഫിഅലുകളെ നോക്കുകയാണ്. ഇവിടെ ഹുവ യക്തുബു, ഹുവ വെച്ച് വരുമ്പോൾ യക്തുബു അവൻ എഴുതുന്നു. അൻത തക്തുബു നീ എഴുതുന്നു. അന അക്തുബു ഞാൻ എഴുതുന്നു. അപ്പോൾ യാ ത ഹംസ. ഇനി യഅ്കുലു യഅ്ഖുദു എന്നുള്ള രണ്ട് ഫിഅൽ നോക്കുക. ഇവിടെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മുദാരിൻ്റെ ഹർഫിന് ശേഷം വരുന്നത് ഹംസയാണ്, ഹംസ സുക്കൂനാണ്. ഇവിടെ മറ്റുള്ള ലെറ്റേഴ്സാണ്. നോക്കൂ, ഹുവ യഅ്കുലു അവൻ കഴിക്കുന്നു. അൻത തഅ്കുലു നീ കഴിക്കുന്നു. അന അഅ്കുലു കണ്ടോ, ഇവിടെ രണ്ട് ഹംസ വരുന്നുണ്ട്. അത് ഉച്ചരിക്കുമ്പോൾ ഒരു സിഖലുണ്ട്, ബുദ്ധിമുട്ടാണ്. അപ്പം അന അഅ്കുലു അത് ഒരുമിച്ച് വരുമ്പോൾ ആ കുലു എന്ന് പറയും. ആ ഒരു സിഖൽ, ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ആ കുലു എന്ന് പറയും. കുലു എന്നുള്ളത് ആ കുലു എന്ന് പറയും. ഹുവ യഅ്ഖുദു അവൻ എടുക്കുന്നു. അൻത തഅ്ഖുദു നീ എടുക്കുന്നു. അന അഅ്ഖുദു എന്നുള്ളത് ആഖുദു എന്ന് പറയും, ഞാൻ എടുക്കുന്നു. ഇനി എട്ടാമത്തെ തഅമ്മൽ അൽ ജുമൽ അൽ ആതിയ, താഴെയുള്ള ജുമലകൾ ശ്രദ്ധിക്കാനാണ്. ഇവിടെ ഖാദ എന്നുള്ള ഫിഅൽ വെച്ചിട്ടുള്ള ജുമലകളാണ് ഇവിടെ ഉള്ളത്. ഫതഹ സക്കരിയ അൽ ബാബ വകാദ യഖ്റുജു. അപ്പം സക്കരിയ വാതിൽ തുറന്നു, പുറത്തു പോവാനായി, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു പോകുന്നുള്ള അർത്ഥത്തിലാണ്. കാദ യഖ്റുജു ഓൾമോസ്റ്റ് പുറത്തുപോയി എന്നുള്ള അർത്ഥത്തിൽ. അടുത്തത് ഖാല ഉസ്മാൻ ലിൽ മുദീരി, ഉസ്മാൻ പ്രിൻസിപ്പളിനോട് പറഞ്ഞു. റഫഅ യൂസുഫ് യദഹു വകാദ യദ്രിബുനി, യൂസുഫ് അവൻ്റെ കൈ പൊന്തിച്ചു, എന്നെ അടിക്കാൻ പോവുകയായിരുന്നു. അപ്പോൾ അടിച്ചിട്ടില്ല, പക്ഷേ അടിക്കാൻ പോയി, ഓൾമോസ്റ്റ് അവൻ എന്നെ അടിച്ചു. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, കാദ യദ്രിബുനി. ഇൻഖലബത് സയ്യാറത്തു ഹാമിദിൻ വകാദ യമൂതു, ഹാമിദിൻ്റെ കാറ് മറിഞ്ഞു. കാദ യമൂതു അവൻ മരിക്കാൻ പോവുകയായിരുന്നു. ضربت المديرة സുആദ ഫകാദت തബ്കി, പ്രിൻസിപ്പള് സുആദിനടിച്ചു, അവൾ കരയാൻ പോവുകയായിരുന്നു. കാദت തബ്കി. ضرب طفلي نظارتي بالعصا وكاد يكسرها, എൻ്റെ കുട്ടി എൻ്റെ കണ്ണട വടികൊണ്ട് അടിച്ചു, അത് പൊട്ടാൻ പോവുകയായിരുന്നു. കാദ യക്സിറുഹ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് പൊട്ടി എന്നുള്ളത്. ഇനി അതിൻ്റെ മുദാരിയാണ് ഇവിടെ. അസ്സാഅത്തുൽ ആന അൽ വാഹിദ, സമയം ഇപ്പോൾ 1 മണിയായി. യക്കാദുൽ മുദീറു യഖ്റുജു, മുദീർ ഇപ്പം പുറത്തു പോകും. യക്കാദു അൽ ഇമാമു യർക്കഉ, ഇമാം ഇപ്പോൾ റുക്കൂയിലോട്ട് പോകും. യക്കാദു അൽ ജറസു യറിന്നു, ബെല്ലിപ്പോൾ അടിക്കും. ലിമ ദറബ്ത ഹാദൽ വലദ് യ അലിയു, നീ എന്തിനാണ് ഈ കുട്ടി അടിച്ചത് ഓ അലി. ഹുവ യക്കാദു യബ്കി, അവൻ കരയാൻ പോവുകയാണ്. അപ്പോൾ ഖാദ യക്കാദു എന്നുള്ളത് എന്താണ്, ഖരീബായി നടക്കുന്ന ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയാം. 9ാമത്തെ അമ്മൽ മായലി. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലാ എന്നുള്ളതും മാ എന്നുള്ളതും തമ്മിലുള്ള വ്യത്യാസമാണ് മുദാരിൻ്റെ കൂടെ. അന ലാ അഷ്റബുൽ ഖഹ്വ എന്ന് പറയുമ്പോൾ ഞാൻ കാപ്പി കുടിക്കാറില്ല, അത് ആദത്തായിട്ട് ജനറലായിട്ട് കുടിക്കാറില്ല. പക്ഷേ അന മാ അഷ്റബുൽ ഖഹ്വത അൽ ആൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കാപ്പി കുടിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ്. നഹ്നു ലാ നൽഅബു ഖുറത്തുൽ ഖദം, ഞങ്ങൾ ഫുട്ബോൾ കളിക്കാറില്ല. നഹ്നു മാ നൽഅബു ഖുറത്തുൽ ഖദമിൽ ആന, ഞങ്ങൾ ഫുട്ബോൾ ഇപ്പോൾ കളിക്കുന്നില്ല. ഹുവ ലാ യഖ്റഉ സുഹുഫ, അവൻ പത്രങ്ങൾ വായിക്കാറില്ല. ഹുവ മാ യഖ്റഉ സഹീഫത അൽ ആന, അവൻ ഇപ്പോൾ പത്രം വായിക്കുന്നില്ല. അപ്പോൾ മാ തുഖല്ലിസു
അൽ മുദാരിഅ ലിൽ ഹാൽ. മാ എന്നുള്ളത് മുദാരിനെ ഹാലിൽ മാത്രമാക്കും. ഹാൽ എന്ന് പറഞ്ഞാൽ ആ ഒരു സന്ദർഭത്തിൽ, ആ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. 10ാമത്തെ, ഇനി നമ്മൾ ഉസ്ലൂബ് താജുബിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കാണും. ഉസ്ലൂബ് താജുബ് പറഞ്ഞ ഒരു സംഭവത്തെ നമ്മൾ കാണുമ്പോൾ അത് നമ്മൾക്ക് അത്ഭുതം തോന്നുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് ഉസ്ലൂബ് താജുബ്. അപ്പം മസലൻ ഹുന ഹാമിദുൻ തവീലുൻ, ഹാമിദ് പൊക്കമുള്ളവനാണ്. ഒരാൾ ഹാമിദിനെ കണ്ടിട്ട് അവൻ്റെ പൊക്കം കണ്ട് അത്ഭുതപ്പെട്ടാൽ മാ അത്വല ഹാമിദൻ, ഹാമിദ് എത്ര പൊക്കമുള്ളവനാണ്, ഹൗ ടോൾ ഈസ് ഹി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? തവീൽ എന്നുള്ള വാക്കെടുക്കുക. തവീൽ, ജമീൽ, തവീൽ ഇതൊക്കെ ഉള്ളത് എടുക്കുക. അത് അഫ്അല എന്നുള്ള വസിലോട്ട് ആക്കണം. അഫ്അല. അപ്പം നമ്മൾ ഹംസ ആദ്യം ഇടും, ആ എന്നുള്ള. തോ എന്നുള്ളത് അതിന് സുക്കൂനാക്കും. അത്ത്. അഫ്അല എന്നുള്ള ആ ഒരു ഫോർമാറ്റിലാക്കാൻ വേണ്ടിയിട്ട് തവീൽ എന്നുള്ളത് അത്ത്. വാ അതേപോലെ ആക്കിയിട്ട് ഫത്താക്കും. ഇവിടെ വാവ് കസ്റയാണ്, ഇവിടെ ഫത്താക്കും. അപ്പോൾ കാരണം അഫ്അല എന്നുള്ള ഫോർമാറ്റിലോട്ടാണ് ആക്കുന്നത്. അപ്പം അത്വ, പിന്നെ യാനെ കളയും, പിന്നെ ലാം ഉള്ളതിന് ഫത്തിടും. മ അത്വല ഹാമിദൻ. അടുത്തത് ഹാദി സയ്യാറത്തു ജമീലത്ത്, ഈ വാഹനം ഭംഗിയുള്ളതാണ്. മ അജ്മല ഹാദി സയ്യാറത്ത, ഈ വാഹനം എത്ര ഭംഗിയുള്ളതാണ്. ഹുവ തവീലുൻ, അവൻ പൊക്കമുള്ളവനാണ്. മ അത്വലഹു, അവൻ എത്ര പൊക്കമുള്ളവനാണ്. ഇവിടെ നോക്കൂ, ഹുവ എന്നുള്ള ഇത് ദമീർ മുൻഫസിലാണ് ഇവിടെ. അത് ചേർക്കുമ്പോൾ മുത്തസിലായിട്ട് വരും. മ അത്വലഹു. അന്ത സഗീറു, നീ ചെറിയവനാണ്. മ അസ്ഗറക, നീ എത്ര ചെറിയവനാണ്. അപ്പോൾ ഇവിടെ അന്ത എന്നുള്ളത് ക ആയി വന്നു. ഇനി ഉക്തുബ് അൽ ജുമൽ അൽ ആതിയത മുസ്തഅമിലൻ ഫിഅൽ തഅജ്ജുബ്, ഇനി ഫിഅൽ തഅജ്ജുബ് ഉപയോഗിച്ചിട്ട് താഴെയുള്ളത് എഴുതാനാണ്. ഉൻദുർ ഇലാ ഹൗലായി തുല്ലാബിൽ ജുദുദ്, ഈ പുതിയ വിദ്യാർത്ഥികൾ നോക്കൂ. ഹും കസീറുൻ, അവർ കുറേയാണ്. അപ്പോൾ നമ്മളിവിടെ പറയും മാ അക്സറഹും, അവരെത്ര കുറേയുള്ളവരാണ്, അല്ലെങ്കിൽ അവരെത്ര കുറേയുണ്ട് എന്നുള്ളത്. മാ അക്സറഹും, കസീറുൻ മാ അക്സറഹും എന്ന് പറയും. അടുത്തത് ഉൻദുർ ഇലാ ഹാദിഹി സയ്യാറത്ത്, ഇലാ ഹാദി സയ്യാറത്തി എന്ന് പറയും. ഉൻദുർ ഇലാ ഹാദി സയ്യാറത്തി, ഈ വാഹനത്തിലോട്ട് നോക്കൂ. ഹിയ ജമീലത്തുൻ, അത് ഭംഗിയുള്ളതാണ്. അവിടെ മ അജ്മലഹ എന്ന് പറയും, അത് എത്ര ഭംഗിയുള്ളതാണ്. ഹുവ ഫഖീറുൻ, അവൻ ദരിദ്രനാണ്. മ അഫ്ഖറഹ, അവൻ എത്ര ദരിദ്രനാണ്. പിന്നെ അറഅയ്ത ദാക്കൽ ബൈത, നീ ആ വീട് കണ്ടോ. ഹുവ സഗീറുൻ, അത് ചെറുതാണ്. അപ്പോൾ മ അസ്ഗറഹു, അത് എത്ര ചെറുതാണ് എന്ന് പറയും. ഇനി ഈ പാഠത്തിലെ കലിമാത്തുൽ ജദീദ മഖ്അദുൻ വൽ ജമ്മു മഖാഇദു. മഖാഇദ് എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം. യ അബതി, യ അബി, എൻ്റെ ഉപ്പ. ഫി അസ്ന എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത്, ഒരു കാര്യത്തിൻ്റെ ഇടയിൽ എന്നുള്ള രീതിയിൽ പറയാം. കദബ യക്ദിബു, കളവ് പറയുക. ഇൻഖലബ യൻഖലിബു, മറിയുക. ബക യബ്കി എന്ന് പറഞ്ഞാൽ കരയുക.